greatly glad to see you and to deliver the message in the midst of the God's people. And also I was delighted because the youngsters were greatly worshiping and delivered the message. I am so delighted in that. My name is P.K. Thangachan, and I am working now at Changanasheri in relation with IPC Church. 53 years are over since I have been minister of God in relation with IPC. And also God allowed me to be here with you to deliver the message in a short time. Amen. Let us close your eyes. Our Heavenly Father, we thank for the time that we are given. We are facing a miserable time and end time of this world. Have mercy upon us and shower upon us our blessings and open our eyes that we may be able to see the visions and the deepness of the God's mystery. Amen. Put your hands in every one of us and speak to us as our desire, not our desire, but reveal the whole thing which we have to obey. We request in the name of Jesus. First of all, our pastor, I greet to you, as well as these church members. So I do not want to give you further information. Let us come to the word of God. പത്രോസ് എഴുതിയ ലേഖനം 1 Peter 4-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. 1 Peter. മതി. For the end of the whole thing is at hand. Therefore, be sober to prayer and be humble. What is the inevitability of the prayer in this time? പ്രാർത്ഥനയുടെ അനിവാര്യത എന്താണ്? പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറയുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. That is what the main reason that we have to keep on praying. സകലത്തിൻ്റെയും അവസാനം വിളിച്ചു പറയുന്ന ഈ കാലഘട്ടങ്ങളിൽ നാം ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കീപ്പ് ഓൺ പ്രേയിങ്, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക എന്നുള്ളതാണ്. ജോർജ് വെറുവർ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: unanswered prayer and prayers seems to be unanswered is the altar where we recognize the individuals of what they are. Praise the Lord. Unanswered prayers and prayers seems to be unanswered is the altar where we realize the individuals of what they are. മനസ്സിലായെന്ന് തോന്നുന്നു. Praise the Lord. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയും ഉത്തരം ലഭിക്കുകയില്ല എന്നത് തോന്നുന്ന പ്രാർത്ഥനയും
വ്യക്തികളെ അവരെന്താകുന്നു എന്ന് തിരിച്ചറിയാനുള്ള യാഗപീഠമാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായവർക്ക് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പെന്തക്കോസ്തിൽ ഈ ദിവസങ്ങളിൽ ഏറ്റവും കുറവായി പോകുന്ന വിഷയം എന്താണെന്നറിയാമോ? ആരാധനയല്ല, ദൈവവചനമാണ്. അതിനാണ് സ്ഥാനമില്ലാത്തത്. ആമേൻ. ന്യായാധിപന്മാരുടെ കാലത്ത് സംഭവിച്ചതുപോലെയാണ് ഇവിടെ ഈ കാലഘട്ടങ്ങളിൽ. ദൈവവചനത്തിൻ്റെ ആഴതയോ അതിൻ്റെ പരപ്പിനോ അതിൻ്റെ ആധികാരിത്തെയോ നാം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തൊരു സമയമാണ്. ലെറ്റ് us come to the word of God. What is the meaning of the realms of the prayers? പ്രാർത്ഥനയുടെ തലങ്ങളുടെ അർത്ഥം എന്താണ്? Nowadays the Pentecostal world are in a wrong concept of the prayer. പ്രാർത്ഥനയുടെ തെറ്റായിരിക്കുന്ന ഒരു കൺസെപ്റ്റിലാണ് പെന്തക്കോസ്റ്റ് ലോകം പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കുക. പ്രാർത്ഥനയുടെ ഒന്നാമത്തെ അർത്ഥതലം എന്താണ്? ദി ഫസ്റ്റ് റിയാം ഓഫ് ദി പ്രെയർ. പ്രാർത്ഥനയുടെ ആദ്യമത്തെ അർത്ഥതലം ഒന്ന് തിമോഥെയോസ് എഴുതിയ ലേഖനം 4-5 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പ്രാർത്ഥനയാലും ദൈവവചനത്താലും ശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. ദയവായി ഞാനൊരു അപേക്ഷ, പ്ലീസ് യങ്സ്റ്റേഴ്സ്, പ്ലീസ് അറ്റൻഡ് ഹിയർ. വെൻ ഐ ആം preaching here, you have to listen the word of God, please. This church as my church. I consider this is my church. So here is so much time to arrange something else. So this is a short time. Attention. പ്രാർത്ഥനയുടെ അർത്ഥതലം ഒന്ന്, ദൈവവചനത്താലും പ്രാർത്ഥനയാലും ശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ നാം ശുദ്ധീകരിക്കപ്പെടുന്ന സമയം എപ്പോഴാണ്? സാക്ഷ്യം പറയുമ്പോഴല്ല, ആരാധിക്കുമ്പോഴല്ല, മറ്റ് ക്രിസ്ത്യൻ ആക്ടിവിറ്റീസ് നടക്കുമ്പോഴല്ല. When we are praying, we are getting sanctified. നാം പ്രാർത്ഥിക്കുന്ന സമയം മാത്രമാണ് നാം ശുദ്ധീകരിക്കപ്പെടുന്നത്. ക്രിസ്ത്യൻ ജീവിതത്തിലെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഈസ് ഗെറ്റിംഗ് സാങ്ക്ടിഫൈഡ്. Whatever activities we are doing, that is nothing before God without a sanctification. ശുദ്ധീകരണം കൂടാതെ എന്ത് നാം കാണിച്ചാലും ദൈവത്തിൻ്റെ മുൻപിൽ അത് വാലിഡ് അല്ല. സോ നാം ശുദ്ധീകരണം പ്രാപിക്കുന്ന സമയം എപ്പോഴാണെന്നറിയാമോ? കണ്ണുനീരോട് പ്രാർത്ഥിക്കുമ്പോഴാണ്. ശുദ്ധീകരണം കൂടാതെ ഒരു ആക്ടിവിറ്റീസും ദൈവം കൺസിഡർ ചെയ്യുന്നില്ല. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് ഇന്ന് പകൽക്കാലം നാം ശുദ്ധീകരണം പ്രാപിക്കുന്നത്. വിശുദ്ധിയുടെ ഉപദേശം ആത്മീയ ലോകത്തിൽ നിന്ന് പോയി. The message of the purity is already gone away out of the world of this spiritual world. Worship is going very, very happily, and other activities is going.
But the message of these purities already has gone away. So let us come back to the purity. കർത്താവ് തൻ്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം. ദൈവമേ, എൻ്റെ പിതാവേ, അനേകരെ ശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. Lord, my Father, I sanctify myself that so many might be sanctified. അനേകരെ ശുദ്ധീകരിക്കപ്പെടേണ്ടതിന് ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. എന്താണ് എൻ്റെ ആന്തരികമായ മർമ്മം? What is the mystery of that prayer? ഒരു വ്യക്തി ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ ആ ശുദ്ധീകരണം പ്രാപിക്കുന്ന വ്യക്തിയിൽ കൂടി അനേകരെ ശുദ്ധീകരണത്തിലേക്ക് നടത്തുവാൻ നിങ്ങൾക്ക് കഴിയും. മനസ്സിലാവുന്നുണ്ടോ? When a person is getting sanctified, you can prepare a sanctified society. ഒരുവൻ ശുദ്ധീകരണം പ്രാപിക്കുമ്പോൾ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി ഒരു തലമുറ അവന് വാർത്തെടുക്കുവാൻ കഴിയും. യെസ്, നമ്മുടെ ആത്മീയ ലോകത്തിൽ യങ്സ്റ്റേഴ്സ് നമുക്ക് ആത്മീയത്തിൽ ലഭിക്കാത്ത കാര്യം എന്താണ്? വാട്ട് ഈസ് ദി reason that we are not getting our youngsters for the Christ? നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ നാം ശുദ്ധീകരണത്തിലെ ജീവിതം ഇല്ലാത്തത് കൊണ്ട് അടുത്ത തലമുറയെ നമുക്ക് ശുദ്ധീകരണത്തിലേക്ക് വാർത്തെടുക്കുവാൻ കഴിയുന്നില്ല. പെന്തക്കോസ്റ്റ് ലോകം ആകെ പെർവെർട്ടഡ് ആയിരിക്കുകയാണ്. പറയുന്ന ശുദ്ധീകരണമോ അവനവൻ്റെ കാഴ്ചപ്പാടുള്ള ശുദ്ധീകരണം, ആമേ പറയുന്ന നീതിയോ ആമേ നാട്ടുനടപ്പുള്ള നീതി, ദൈവത്തിന് വിശുദ്ധിയും വചനപ്രകാരമുള്ള നീതിയും ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കുടുംബങ്ങളിൽ ഇല്ലാത്തത് കൊണ്ട് അടുത്ത തലമുറയ്ക്ക് വിശുദ്ധിയുടെ ദർശനം നഷ്ടപ്പെടുന്നു. So we have to come back. As we are the parents, we have to exhibit the sanctified life unto the next generation. ആരാധിക്കുന്ന ജനറേഷൻ മാത്രമല്ല നമുക്ക് വേണ്ടത്, ഒരു ശുദ്ധീകരണം പ്രാപിക്കുന്ന ജനറേഷനാണ് നമുക്ക് വേണ്ടത്. ആരാധന വേണ്ടെന്നല്ല പറഞ്ഞത്. ആരാധനയേക്കാൾ കൂടുതൽ വിശുദ്ധിക്കും വിശുദ്ധയുടെ വചനത്തിനും പ്രാധാന്യം കൊടുക്കണം. ആമേൻ. ഒരു വിശുദ്ധനായ ഏലിയാവിന് മാത്രമേ ഒരു വിശുദ്ധനായിരിക്കുന്ന എലീശയെ വാർത്തെടുക്കുവാൻ കഴിയൂ. ഒരു വിശുദ്ധനായിരിക്കുന്ന മോശയ്ക്ക് മാത്രമേ ഒരു വിശുദ്ധനായിരിക്കുന്ന യോശുവയെ വാർത്തെടുക്കുവാൻ കഴിയൂ. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതങ്ങളുടെ, നമ്മളെ ആ യങ്സ്റ്റേഴ്സിനെ നമുക്ക് കിട്ടാത്തതിൻ്റെ കാര്യം എന്താണ്? കുടുംബങ്ങളിൽ നാം ഒരു വിശുദ്ധയുടെ കാഴ്ചപ്പാട് അടുത്ത ജനറേഷൻ നാം കൊടുക്കുന്നില്ല. വി ആർ നോട്ട് ഗിവിംഗ് ദി revelation of the purity sanctified life to the next generation. That is why the next generation escaped them from God. Praise the Lord. ഹബക്കുക്കിനോട് ദൈവം പറഞ്ഞു, നിന്റെ ദർശനം തെളിവായി എഴുതാൻ പറഞ്ഞു. You write down your vision on a plane. എന്തിനു വേണ്ടി? ഓടി വരുന്നവർക്ക് തെളിവായി വായിക്കാൻ. ആരാണ് ഓടി വരുന്നത്? നമ്മുടെ ജീവിതത്തിൻ്റെ പിന്നിൽ ഓടി വരുന്നത് നമ്മുടെ തലമുറയാണ്. നമ്മുടെ തലമുറ നമ്മുടെ ജീവിതത്തെ കാണുമ്പോൾ ജീവിതം ഒരു ദർശനമായി വരച്ചു കാട്ടുകയാണ് നാം. ഗാന്ധിജി പറഞ്ഞു, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്. എൻ്റെ ജീവിതമാണ് അത് എൻ്റെ സന്ദേശമെങ്കിൽ നമ്മുടെ ജീവിതം അത് പിറകെ വരുന്ന തലമുറയ്ക്കൊരു ദർശനം വരയ്ക്കുകയാണ്. സോ we have to keep our purity in our life to exhibit the generation and who are following us. നമ്മെ അനുധാവനം ചെയ്യുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ
നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലയിൽ നാം ഒരു വിശുദ്ധരായി മാറുന്നെങ്കിൽ വാക്കും ഭാഷയും കൂടാതെ ഒരു തലമുറയെ ദൈവത്തിന് വേണ്ടി വാർത്തെടുക്കുവാൻ കഴിയും. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. സാദം പാസ്റ്റർക്കറിയാം. 2 പേര് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സാണ്. ഒരാൾ മാത്സ് പഠിപ്പിക്കുന്നു, ഒരാൾ കെമിസ്ട്രി പഠിപ്പിക്കുന്നു. ആമേൻ. ഇവിടെ വന്ന പാസ്റ്റർ ഷിബു പാസ്റ്റർ വൈഫ് എൻ്റെ 2ാമത്തെ മോളാണ്. അവൾ എന്നോട് പറഞ്ഞു, പപ്പ ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി. മൂത്തവൾ കെമിസ്ട്രി എംഫില്ലാണ്. അവൾ പറഞ്ഞു, നമ്മൾ ഒത്തിരി കഷ്ടങ്ങളിൽ കൂടി കടന്നു വന്നതാണ്. ഞാൻ ചെറിയ ജോലി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് സപ്പോർട്ട് അതേ വേലയ്ക്ക് പോകുന്നു. UP-ലാണ് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാണ്. UP വളരെ വർഷമായിട്ട് ടോർച്ചറിങ് നടക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് കർത്താവിൻ്റെ വേല അവർ ചെയ്യുന്നത്, ചെറിയ ജോലിയായിട്ട്. ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ തലമുറകളെ ധനം സമ്പാദിക്കുന്ന സെന്ററുകളായി മാത്രം മാറ്റരുത്. Don't make our children, don't make our just generation at the money center. ഒരു ധനപരമായി നമുക്ക് സമ്പാദിക്കുന്ന ഒരു കേന്ദ്രങ്ങളായി മാത്രം നമ്മുടെ തലമുറയെ മാറ്റരുത്. അവർ ഡോക്ടേഴ്സ് ആകട്ടെ, എഞ്ചിനീയർ ആകട്ടെ, ഓസ്ട്രോനോട്ട് ആകട്ടെ, സയൻറ്റിസ്റ്റ് ആകട്ടെ, വാട്ടർ ഇറ്റ് മേ ബി, അത് ഇവിടെ കൊണ്ട് തീരുന്നു. എന്നാൽ അവരൊരു സുവിശേഷത്തിന് വക്താക്കളാക്കി മാറുന്നെങ്കിൽ ഇന്ന് വൽക്കാലം സ്വർഗം അതാണ് ഇന്ന് വൽക്കാലം ആഗ്രഹിക്കുന്നത്. Don't make our just generation as the center of the money. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അതേ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോകുവാൻ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. പക്ഷെങ്കിൽ രഹസ്യമായ ജീവിതത്തിൻ്റെ കണ്ണീരുള്ള പ്രാർത്ഥനയിൽ ഒന്ന് മാത്രം വരെ എന്തായിരുന്നാലും കർത്താവിൻ്റെ വേലക്കാരായി മാറണം. ഒരു ഇൻഫർമേഷൻ കൂടാതെ ജോലി റിസൈൻ ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ പ്രാർത്ഥന മറുപടി ദൈവം തരുകയായിരുന്നു. The first realm of the prayer is, ആദ്യമത്തെ പ്രാർത്ഥന തലമെന്ന് പറയുന്നത് നമ്മളെ ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയാലും ദൈവവചനത്താലും നമ്മളെ എന്ത് ചെയ്യുന്നു? ശുദ്ധീകരിക്കുന്നു. Without a sanctification, no one can see the Lord Jesus Christ. Praise. അതുകൊണ്ട് കൂടുതൽ സമയം ആരാധനയ്ക്കും കുറച്ച് സമയം ദൈവവചനത്തിനുമല്ല, ദൈവവചനത്തിനും ആരാധനയ്ക്കും ഒരുപോലെ പ്രാധാന്യം കൊടുത്ത ശുദ്ധീകരണത്തിലേക്ക് ജനത്തെ നടത്തട്ടെ. രണ്ടാമത്തെ പ്രാർത്ഥനയുടെ തലം എന്താണെന്നറിയാമോ? സാധാരണ ഭാഷ ആദ്യമേ എനിക്കത് 30 minutes ആണ്. ഞാൻ അതിനകത്ത് ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പ്രസംഗിച്ചിട്ടും കാര്യമൊന്നുമില്ല, അല്പം മാത്രം പ്രസംഗിച്ചാൽ മതിയല്ലോ. രണ്ടാമത്തെ തലം, ഒരു കാര്യം ഞാൻ പറയാം, നമ്മളെല്ലാം സമുദായത്തിൽ നിന്ന് വന്നവരാണ്. നമ്മൾ അറിയാതെ സമുദായത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാനുകയില്ല. നമ്മളെല്ലാം ഒരേ സമുദായത്തിൽ നിന്ന് വന്നവരാ. നോയിങ്ലി ഓർ അൺനോയിങ്ലി നോ വി ആർ ഇൻ ദി റിലീജിയൻ. നമ്മൾ സമുദായത്തിലേക്ക് വന്നു കഴിഞ്ഞു. അല്ലെങ്കിൽ ഈ മതാത്മകതയും ആത്മീയതയും നമ്മളുടെ വ്യത്യാസം എന്താണ്? ശ്രദ്ധിക്കുക. ഒരു ദൈവിക പ്രവൃത്തി ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലും ദൈവഹിതത്തിലും അലിഞ്ഞു ചേരുന്നില്ല എങ്കിൽ ആ പ്രവൃത്തി റിലീജിയോസിറ്റിയാണ്, മതാത്മകതയാണ്. ഒന്നുകൂടെ പറയാം, ഒരു ദൈവിക പ്രവൃത്തി ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലും ദൈവത്തിൻ്റെ ഹിതത്തിലും പൂർണ്ണമായി മാറുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് റിലീജിയോസിറ്റി, മതാത്മകതയാണ്. എന്ന് പറഞ്ഞാൽ ആരാധന ഇവിടെ നടക്കുന്നു. 10 മണിക്ക് ഒരാൾ 11-നാണ് കയറി വരുന്നത്. ഒന്ന് ആരാധിച്ച് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്നതന്നെ എന്തായിരുന്നാലും ആരാധന മുടങ്ങിയില്ലല്ലോ. എന്തായാലും ആരാധന സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ആരാധന മുടങ്ങില്ല. പക്ഷെ ദൈവത്തിൻ്റെ ഹിതത്തിലും ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലും അവൻ എത്തിയില്ല. ഒരാൾ അത് ഉപസിച്ച് പ്രാർത്ഥിക്കുന്നു, ആ ജോലി അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് മറ്റേം ചെയ്ത് മറിച്ച് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ നടക്കുക. അവൻ പറയുന്നത് ഉപവാസം.
അപ്പൊ ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലും ദൈവത്തിൻ്റെ ഹിതത്തിലും പൂർണ്ണമായി അലിഞ്ഞു ചേരാത്ത ഒന്നും ദൈവം കണക്കിടുന്ന റിലീജിയോസിറ്റി, മതാത്മകതയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? എങ്കിൽ പെന്തക്കോസ്റ്റ് പീപ്പിൾ ആർ ബീയിങ് കം ഇൻ ടു ദി സ്റ്റേറ്റ് ഓഫ് ദി റിലീജിയോസിറ്റി. നാം ദൈവത്തിൻ്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന പെന്തക്കോസ്തുകാർ എവിടെ വന്നു? പറ. മതത്തിൻ്റെ മുൻപിൽ അടുക്കൽ നിൽക്കുകയാണ്. കാര്യം ആത്മാർത്ഥതയോടുകൂടി യാഥാർത്ഥ്യത്തോടുകൂടി ദൈവത്തിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാത്ത ഒരാക്ടിവിറ്റീസും ദൈവം അതിന് കണക്കാക്കുന്നില്ല. വി ആർ ഇൻ എ റിലീജിയൻ എഗെയിൻ. മതത്തിലാണ് നാം നിൽക്കുന്നത്. കം ടു സ്പിരിച്വാലിറ്റി. അപ്പോൾ പ്രാർത്ഥനയുടെ സ്പിരിച്വാലിറ്റി തലം എന്താണ്? ശ്രദ്ധിക്കുക. പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുക, ദൈവമേ വിസ തരണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ വിടുതൽ തരണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു വിവാഹം നടക്കണമേ, ഞങ്ങൾക്കൊരു നല്ല വീട് തരണമേ, തരണമേ എന്നുള്ളതായിരിക്കുന്ന റിക്വസ്റ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും പ്രാർത്ഥനയിലുണ്ടോ? തിങ്ക് ഇറ്റ് ഓവർ. ടേക്ക് ആൻ എക്സാമിനേഷൻ ourselves. തരണമേ എന്നുള്ള അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് മതാത്മകത എന്ന് പറയുന്നത്. മതമെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തെ കൊണ്ട് ഇഷ്ടമുള്ളത് ചെയ്യിക്കുന്നതാണ് മതാത്മകത. നാം തരണമേ എന്നുള്ളതല്ലാതെ എന്തെങ്കിലും അതിൻ്റെ അങ്ങപ്പുറത്തെ ദൈവഹിതത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ടോ? അതാണ് മതാത്മകത എന്ന് പറയുന്നത്. നമ്മുടെ ഹിതപ്രകാരം ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യുക. when we manipulate our God as our desire is the religiosity. നമ്മുടെ ഹിതത്തിനൊത്തവണ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് മതാത്മകത. എന്നാൽ ആ ഗദസമല പ്രാർത്ഥനയിൽ നോക്കിക്കേ, തരണമെന്നല്ല, നിന്റെ ഹിതം ചെയ്യുവാൻ ഏൽപ്പിച്ചു തരികയാണ്. ഇന്ന് യഥാർത്ഥ പ്രാർത്ഥനയുടെ തലം എന്താണ്? പ്രാർത്ഥന എന്ന് പറയുന്നത് prayer is the place where we take over the will of the God. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതം ഏറ്റെടുക്കുക എന്നുള്ളതാണ്. എത്ര പേര് ഇന്ന് പകൽക്കാലം മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. Praise the Lord. ഒന്നുകൂടെ നമുക്ക് പറയാം, prayer is the place where we take over the will of the God. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഹിതം ഏറ്റെടുക്കുന്ന സ്ഥലമായിരിക്കട്ടെ. പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവഹിതം ഏറ്റെടുക്കുന്ന സ്ഥലമായിരിക്കട്ടെ. ഇന്ന് പക്കം ദൈവാത്മ ചിലരുടെ ഇടപെടുകയാണ്. അത് പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹിതം നിറവേറ്റുന്ന ഒരു സ്ഥലമല്ല, ദൈവത്തിന്റെ ഹിതം ഏറ്റെടുക്കുന്ന സ്ഥലമായി മാറട്ടെ. നമ്മുടെ ഹിതം പറയരുതെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് യു സീക്ക് ഹിസ് കിങ്ഡം then and his righteousness, then all shall be added unto you. അവന്റെ നീതിക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ നിൽക്കുമ്പോൾ സ്വർഗം നീ ചോദിക്കാതെ തന്നെ നമ്മുടെ അതേ കാര്യങ്ങൾ ദൈവം ചെയ്തു തരാൻ പോകുകയാണ്. Praise the Lord. Request with a supplication and prayers, answer will be correct. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകാം. പ്രാർത്ഥനയുടെ മൂന്നാമത്തെ തലം ശ്രദ്ധിക്കുക. Praise the Lord. ദൈവത്തിലെ 24 മണിക്കൂർ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ദശാംശം ഒന്ന് ദൈവത്തിന് കൊടുക്കാവോ? നമുക്ക് ഒരു ദിവസത്തിന് 30 മണിക്കൂർ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യത്തില്ല? തികയില്ല. Am I right? ആ 30 മണിക്കൂർ ആർക്ക് വേണ്ടിയിട്ടാ? നമുക്ക് വേണ്ടിയിട്ട്. There is an accountable day. You see, for all things that you are given, including our time. പ്രാർത്ഥനയുടെ മൂന്നാമത്തെ തലം യോശുവ
ഒരു 4-5 രാജാക്കന്മാരോട് യുദ്ധം ചെയ്യുകയാണ്. Early in the morning that our child has already delivered the message of the Joshua. യോശുവ 4-5 യുദ്ധം, അത് രാജ്യക്കാരുടെ യുദ്ധം ചെയ്യുകയാണ്. അവൻ്റെ സൈന്യം കുറച്ചേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. സമയം നീട്ടിക്കിട്ടുന്നില്ല എങ്കിൽ ആ യുദ്ധം നോക്കും. If he do not get the extended time, he will be defeated. നമുക്ക് ഒന്നും ചെയ്യുവാനല്ല. Joshua was at his wit's end. That phrase, do you know at wit's end that means? That's a phrase. Do you know that meaning? At its wit's end means do not know what to do. Joshua was at his wit's end. He do not know what to do. He had to get the time extended. അവൻ ആ കുലക്കളത്തിൽ നിന്നുകൊണ്ട് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു. You see, we are in a battlefield, not a business field. Nowadays, the spiritual world is in a business field. Come back to battlefield. Then God is going to handle you. ആ കുലക്കളത്തിൽ നിന്നുകൊണ്ട് അവൻ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്യണമെന്ന് ദൈവം അവനോട് പറഞ്ഞു. ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ കഴിയില്ലാതെ, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, ജീവിതത്തിൽ ഒന്നും ചെയ്യുവാൻ പ്രാപ്തിയില്ലാതെ ആടിയുലഞ്ഞ ചില ജീവിതങ്ങളോട് ദൈവാത്മ ഇടപെടുകയാണ്. God is the spirit of the God is dealing to somebody else to do not know what to do. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുന്ന ചില ജീവിതങ്ങളോട് ഇടപെടുകയാണ്. അവൻ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എന്ത് ചെയ്യണമെന്ന് അവനോട് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവാത്മാ പറഞ്ഞു, സൗരയൂഥം ഞാൻ ഉണ്ടാക്കിയതാണ് എങ്കിൽ സൗരയൂഥത്തോട് കൽപ്പിക്കുവാൻ അധികാരം ഞാൻ കൈമാറുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവാത്മാ ഇടപെടുകയാണ്. നിന്റെ ജീവിതത്തിൽ ചില അധികാരം കൈമാറേണ്ടതിന്, നിന്നോട് ഇടപെടുന്ന അന്ധകാര ശക്തിയെ തോൽപ്പിക്കുവാൻ, നിന്നോട് ഇടപെടുന്ന ദുഷ്ടശക്തിയെ കീഴ്മേൽ മറിക്കുവാൻ ദൈവ അധികാരം ചിലർക്ക് കൈമാറുകയാണ് ഇന്ന് പകൽക്കാലം. യെസ്, നിന്റെ ഭവനത്തോട് പോരാടുന്ന, നിന്റെ തലമുറയോട് പോരാടുന്ന, നിന്റെ ശുശ്രൂഷയോട് പോരാടുന്ന, ജീവിതങ്ങളോട് പോരാടുന്ന അന്ധകാര ശക്തിന്മേൽ ചില അധികാരം കൈമാറുകയാണ്. യെസ്, നിന്റെ ശുശ്രൂഷയോട് ഇടപെടുന്ന, നിന്റെ ആരോഗ്യത്തോട് ഇടപെടുന്ന, നിന്റെ ഭാവിയോട് ഇടപെടുന്ന, നിന്റെ ഉയർച്ചയോട് ഇടപെടുന്ന, നിന്റെ തലമുറയോട് ഇടപെടുന്ന അന്ധകാര ശക്തിയിന്മേൽ അധികാരം ദൈവം കൈമാറുകയാണ് യേശുവിന്റെ നാമത്തിൽ. In the name of Jesus. Oh, hallelujah. ദൈവാത്മ ചിലരുടെ ഇടപെടുകയാണ്. What is the prayer? Prayer is the place where God transfers his authoritative ministry. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അധികാരം കൈമാറുന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാൻ ഞാൻ പറയട്ടെ, പൗലോസും ശീലാസും ആരാധിക്കാൻ മാത്രമല്ല ചെയ്തത്, പ്രാർത്ഥിച്ചാരാധിച്ചെന്ന് പറയുമ്പോൾ ചില അധികാരം ദൈവം കൈമാറുകയായിരുന്നു. ആമേ, ജോസഫിനെ നോക്ക്, ഒരു കാലഘട്ടത്തിൽ അവനെ ചങ്ങല വെച്ച, അവനെ ബന്ധിച്ച ആ പ്രഭുക്കന്മാരെ തിരിച്ച് ബന്ധിക്കുവാൻ ദൈവം അധികാരം കൊടുത്തതുപോലെ നിന്നെ ബന്ധിച്ച, നിന്റെ തലമുറയെ ബന്ധിച്ച, നിന്റെ ശുശ്രൂഷയെ ബന്ധിച്ച അന്ധകാര ശക്തിയെ തിരിച്ചു ബന്ധിക്കുവാൻ സ്വർഗം ഇന്ന് പൽക്കാലം അധികാരം കൈമാറുന്നു. യെസ്, ഓ ദി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്ത്യ ജീവിതം വെറും പാട്ടും കൊട്ടുമല്ല കുഞ്ഞേ.
ക്രിസ്ത്യ ജീവിതം വെറും പാട്ടും കൊട്ടുമല്ല. നിന്നോട് ഇടവരുന്ന ഇരുളിന്റെ ശക്തിയെ നിനക്ക് കാൽ കീഴാക്കുവാൻ നിനക്ക് കഴിയുന്നില്ലെങ്കിൽ, നിന്നോട് ഇടപെടുന്ന അന്ധകാര ശക്തിയെ നിനക്ക് കാൽ കീഴാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ, പാട്ടും കൊട്ടും കൊണ്ട് ശത്രുവിന് യാതൊരു ഭയവുമില്ല. വെറും ആരാധന കൊണ്ട് ഭയപ്പെടുന്നതല്ല ശത്രു. നിന്റെ ജീവിത വിശുദ്ധിയുടെ മുൻപിൽ തകർന്നു വീഴുന്ന ഒരു ശത്രുവുണ്ട്. നിന്റെ അധികാരത്തിന് ശുശ്രൂഷയുടെ മുൻപിൽ ആമേ താഴെ വീഴുന്ന ഒരു അന്ധകാര ശക്തിയുണ്ട്. ഇന്ന് പൽക്കാല ജീവിത വിശുദ്ധിക്ക് വേണ്ടി ആമേ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെലവഴിക്കുവാൻ ദൈവാത്മാവ് സഭയോട് ഇടപെടുകയാണ്. ഇതിന്റെ അന്തരീക്ഷം മാറാൻ പോകുകയാണ്. യെസ്, the name of Jesus, the name of Jesus. ഹല്ലേലൂയ. വിശുദ്ധിക്കും പ്രാർത്ഥനയ്ക്കും കണ്ണുനീരിന് വേണ്ടി മുട്ടുമടക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ തകർന്ന ഈ അന്തരീക്ഷത്തിൽ നിന്ന് നിന്റെ ഭവനത്തെ, നിന്റെ തലമുറയെ, ഈ സഭയെ ദൈവം മാറ്റിയെടുക്കാൻ പോകുകയാണ്. യെസ്, ഹല്ലേലൂയ. ആമേൻ. worship is good, other activities good, all are good before God. But most important, get sanctified and pray before God. Long time ഞാൻ ചോദിക്കട്ടെ, എത്ര മണിക്കൂർ നിനക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? അത്രയും വലിയ താലന്ത് ദൈവം ചിലർക്ക് ഏൽപ്പിക്കാൻ പോകുകയാണ്. യെസ്, എത്ര മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകും? അവർക്ക് ചില 5 താലന്ത് ദൈവം കൈമാറാൻ പോകുകയാണ്. യെസ്, God has no respect of person. ദൈവത്തിന് മുഖപക്ഷമില്ല. ഒരുവന് 2 താലന്ത് കൊടുത്തെങ്കിൽ, ഒരുവൻ 1 താലന്ത് കൊടുത്തെങ്കിൽ, ഒരുവൻ 5 താലന്ത് കൊടുക്കാൻ കാര്യം എത്ര സമയം കണ്ണുനീരോടെ പ്രാർത്ഥിക്കും? അവന് ചില ഉന്നതമായ താലന്തുകൾ ദൈവം കൊടുക്കുവാൻ പോകുകയാ. യെസ്, ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ 3ാമത്തെ തലം എന്താണ്? ദൈവത്തിൻ്റെ അധികാരം കൈമാറുക. ദൈവത്തിൻ്റെ അധികാരം നിനക്ക് തരുന്ന സമയമാണ്. അധികാരമില്ലാത്ത ശുശ്രൂഷ, അധികാരമില്ലാത്ത വിശ്വാസ ജീവിതം, അധികാരമില്ലാത്ത ആമേ ക്രിസ്ത്യ ജീവിതം പിശാചിന്റെ മുൻപിൽ തോറ്റതാണെന്ന് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു. എനിക്ക് പ്രസംഗിക്കാൻ കഴിയും, എനിക്ക് ആരാധിക്കാൻ കഴിയും, എനിക്ക് നല്ലതുപോലെ സകലം ചെയ്യാൻ കഴിയും. പക്ഷെങ്കിൽ പിശാചിന് അതൊന്നും പേടിയില്ല കുഞ്ഞേ. നിന്നെ കെട്ടേണ്ടടുത്ത് കെട്ടുവാൻ, നിന്റെ തലമുറയെ വീഴിക്കേണ്ടടുത്ത് വീഴിക്കുവാൻ ശത്രുവിന് പകൽക്കാലം ആമെ ഒരുങ്ങിയിരിക്കുമ്പോൾ നിന്റെ വിശുദ്ധിയുടെ, നിന്റെ കണ്ണുനീരിന്റെ മുൻപിൽ ചിലത് തകർന്നു വീഴാൻ പോകുകയാണ്. ചില കോട്ടകൾ തകർന്നു വീഴാൻ പോകുകയാണ്. നിന്റെ കണ്ണുനീരിന്റെ മുൻപിൽ, നിന്റെ വിശുദ്ധിയുടെ മുൻപിൽ ചിലത് തകരാൻ പോകുകയാണ്. Praise God. Arise and shine. എങ്ങനെയാ ഷൈൻ ചെയ്യുന്നത്? We spend the time along at the feet of the God. ദൈവം ചിലരെ ഉപയോഗിക്കാൻ കേട്ടോ. ദൈവം ചിലരെ ഉപയോഗിക്കാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ നീതിയിലേക്ക്, ദൈവത്തിൻ്റെ വിശുദ്ധിയിലേക്കും വരുന്നവരെ ദൈവം ശക്തമായി ഉപയോഗിക്കാൻ പോകുകയാണ്. Praise the Lord. I greatly thank my God. Amen. As well as our Pastor Sergeant, along with these members of this church, for giving this, delivering the message. You put me also in your secret prayers. ഞങ്ങൾ വേല ചെയ്യുന്നത് ഏറ്റവും ടഫായിരിക്കുന്ന ഒരു ഏരിയയിലാണ്, ചങ്ങനാശ്ശേരി. പ്ലീസ്, those who belong to ചങ്ങനാശ്ശേരി, please raise your hand. ഓക്കെ. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞാൽ ആ സെൻട്രലിൽ മാത്രം കുറേ പ്രയർ ഗ്രൂപ്പ്സ് ഉണ്ടെന്നേ ഉള്ളൂ. മറ്റേ വാസ്റ്റ് ഏരിയ മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും കാതലിക്സിൻ്റെയും പിടിയിലാണ്. ഞങ്ങൾക്ക് അവിടെ ഉള്ളത് 10 മെമ്പേഴ്സാണ്. അതുതന്നെ വലിയ അതിശയമാണ്. ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി എനിക്ക് സെൻട്രൽ പാസ്റ്റാക്കാനിലേക്ക് എന്നെ ആക്കിയ ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്ന് പറഞ്ഞു.
ഇന്ന് കൗൺസിൽ മെമ്പറാകാൻ പറഞ്ഞു, അതും വേണ്ടെന്ന് പറഞ്ഞു. കുറച്ച് ആത്മാക്കളെ രക്ഷിച്ചാൽ മാത്രം മതി. എൻ്റെ കാഴ്ചപ്പാടതാണ്. എനിക്ക് 73 വയസ്സായി. എനിക്ക് യങ്സ്റ്റേഴ്സ് ഇവിടെ വന്ന് ആരാധിക്കുന്ന ഈ മെസ്സേജ് പറയുമ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാര്യം ഞാൻ 20-ാമത്തെ വയസ്സിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയതാണ്. അന്ന് ചങ്ങനാശ്ശേരി പെന്തക്കോസ്ത് പ്രസ്ഥാനമില്ല, ഒറ്റയ്ക്ക് നിന്ന് പോരാടി. അതുകൊണ്ട് യങ്സ്റ്റേഴ്സിനെ കാണുമ്പോൾ ഐ ആം ഗ്രേറ്റ്ലി ഡിലൈറ്റഡ് ആൻഡ് ജോയ്. എനിക്ക് 73 വയസ്സുണ്ടെങ്കിൽ ഇപ്പം ഞാൻ 20 വയസ്സുകാരൻ തന്നെയാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ശക്തമായി. ഞങ്ങൾ ഒരു പുതിയ വേല ചങ്ങനാശ്ശേരി ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരും ശുശ്രൂഷയിലാണ്. അവരവരുടെ ജോലിയൊക്കെ രാജിവെച്ച ശേഷം നമ്മുടെ കുഞ്ഞുങ്ങളെ മണി മേക്കേഴ്സാക്കി മാത്രം മാറ്റരുത്, സുവിശേഷ വിലാക്കരായി മാറ്റണം. ആക്കെ മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ആക്കെ മാറ്റണം. നിത്യതയിൽ ചെല്ലുമ്പോൾ നീ എന്ത് നേടിയെന്ന് ചോദിക്കുമ്പം എന്ത് പറയും? വാട്ട് വി വിൽ ഗീവ് ദി ആൻസർ ടു ഗോഡ്? പറ. നിത്യതയിൽ ചെല്ലുമ്പം വാട്ട് വി വിൽ ആൻസർ? when God will ask you how much you want. നീ എനിക്ക് വേണ്ടി, ഞാൻ ഒരു കാര്യം പറയാം, ഭാര്യയ്ക്കും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും അപ്പനും അമ്മയും ചെലവിന് കൊടുക്കുന്നതിന് സ്വർഗത്തിൽ ചെല്ലുമ്പം പ്രതിഫലം കിട്ടുമോ? ഇല്ല. പിന്നെ അവർക്കുള്ള പ്രതിഫലം എവിടെ? കൊച്ചുങ്ങൾക്കും പിള്ളേർക്കും ചെലവിന് കൊടുത്തിട്ട് അവർ ഇവിടെ തന്നെ നിങ്ങൾക്ക് തന്നേ പറ്റൂ. അതുകൊണ്ട് തീർന്നു. പക്ഷെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നീ എനിക്ക് വേണ്ടി എന്ത് നേടിയെന്നൊരു ചോദ്യം ചോദിക്കും. അവിടെയാണ് നാം കുഴയാൻ പോകുന്നത്. നിൻ്റെ വിശുദ്ധി എങ്ങനെ കാത്തു? കർത്താവ്, ഞാൻ അമേരിക്ക എന്ന് വന്ന് അവിടെ അതായത് നടക്കുള്ളൂ. ദൈവത്തിനടുക്ക പറയണക്കോ? പറ. ഞാൻ അമേരിക്ക എന്ന് വന്ന് ഇവിടെ ഇതൊക്കെ നടക്കുന്നത് എന്ന് ദൈവത്തിനടുക്ക പറയണക്കോ? ഇല്ല. അതുകൊണ്ട് കീപ് ദി സാങ്ക്ടിഫിക്കേഷൻ, കീപ് ദി പ്യൂരിറ്റി അക്കോർഡിംഗ് ദി ബൈബിൾ. ബൈബിൾ എന്തു പറയുന്നു അതായിരിക്കും നിൻ്റെ വിശുദ്ധി, അല്ലാതെ ഇവിടെ നടക്കുന്ന ഒന്നല്ല. ഡു യു ഗെറ്റ് ഹോൾഡ്? ഇവിടെ നടക്കുന്ന ഒരു വിശുദ്ധി ഉണ്ടല്ലോ, അതല്ല. എനിക്ക് യങ്സ്റ്റേഴ്സിനോടൊക്കെ എനിക്ക് പറയാനുള്ളതല്ല. നമ്മൾ പറയുന്ന വിശുദ്ധി നാട്ടു നടപ്പനുസരിച്ചുള്ളതായിരിക്കരുതേ. നമ്മുടെ നീതി ഈ ഫെയ്ത്ത് ഈസ് നോട്ട് കൺവെൻഷണൽ. മനസ്സിലായോ? ഫെയ്ത്ത് ഒരിക്കലും എന്തല്ല, കൺവെൻഷണൽ അല്ല എന്ന് പറഞ്ഞാൽ ട്രഡീഷണൽ അല്ല. ഫെയ്ത്ത് വി ഹാവ് ടു ക്രിയേറ്റ് ദി ഫെയ്ത്ത്.